തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ അസോസിയേറ്റ് പാർട്ടിയാക്കും. അസോസിയേറ്റ് പാർട്ടി, അതെന്ത് പാർട്ടി? ഹൈക്കമാൻഡ് അനുമതി ലഭിച്ചാൽ പ്രഖ്യാപനമുണ്ടാകും. RMP മാതൃകയിൽ സഹകരിപ്പിക്കാനാണ് നീക്കം. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നീട് തീരുമാനിക്കുമെന്നാണ് സൂചന. നിർണായക ചർച്ചകൾക്കായി PV അൻവർ ബംഗാളിലേക്ക് പോകാനിരുന്നതാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അത് മാറ്റിവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അടുത്ത ദിവസം തന്നെ അൻവറുമായി ചർച്ച നടത്തും. റോഷിപാലും അഷ്കർ അലി കരിമ്പയും ചേരുന്നുണ്ട്. റോഷിപാൽ വിശദീകരിക്കും അസോസിയേറ്റ് പാർട്ടി എന്ന് പറയുന്ന പദവി. അഷ്കർ വിശദീകരിക്കും എന്താണ് അൻവറിന്റെ നീക്കം. ആദ്യം നമുക്ക് റോഷിയിലേക്ക് പോകാം. റോഷി, അസോസിയേറ്റ് പാർട്ടിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ UDF-ന്റെ ഘടകകക്ഷിയായി പരിഗണിക്കാതെ സഹകക്ഷിയായി പരിഗണിക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. UDF-ന്റെ ഭാഗമാണെങ്കിലും UDF-ലെ മുന്നണിക്കകത്ത് ഉണ്ടാകില്ല തൃണമൂൽ കോൺഗ്രസ് തൽക്കാലത്തേക്ക്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശനെ ഇന്നലെ ചേർന്ന UDF യോഗവും ചുമതലപ്പെടുത്തിയത്. PV അൻവറുമായി ചർച്ച നടത്തണം, ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തണം, അതിനുശേഷം പ്രഖ്യാപനം. PV അൻവർ ഇപ്പോഴും മുന്നണിയിൽ തുടരണം, മുന്നണി അംഗത്വം നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും. ഏതായാലും നിലവിൽ UDF-ൽ RMP മാത്രമാണ് അസോസിയേറ്റ് പാർട്ടിയായി നിൽക്കുന്നത്. RMP UDF-ന് പുറത്താണ്, UDF-ന്റെ യോഗത്തിൽ പങ്കെടുക്കാറില്ല. പക്ഷേ അസോസിയേറ്റ് പാർട്ടിയായി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ UDF യോഗത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദമുണ്ടാകും. PV അൻവർ കോർഡിനേറ്റർ എന്ന നിലയിൽ UDF ഏകോപന സമിതിയിൽ പങ്കെടുക്കാൻ കഴിയും. പക്ഷേ നിയമസഭയിൽ സ്വതന്ത്രമായ നിലപാട് എടുക്കാൻ അസോസിയേറ്റ് പാർട്ടിക്ക് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ RMP UDF അസോസിയേറ്റ് പാർട്ടി എന്ന നിലയിൽ, പക്ഷേ നിയമസഭയ്ക്കകത്ത് UDF-ന്റെ ചില നിലപാടുകൾക്ക് വിരുദ്ധമായി പലപ്പോഴും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ UDF ഘടകകക്ഷിയാകുമ്പോൾ അത് സ്വാഭാവികമായും വിപ്പുണ്ടാകും. അതിനനുസരിച്ച് UDF-ന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അസോസിയേറ്റ് പാർട്ടിക്ക് സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയും. അതേപോലെ തന്നെയാണ് UDF-ലെ ക്ഷണിതാവ്. അങ്ങനെ ഇപ്പോൾ ക്ഷണിതാവ്, അസോസിയേറ്റ് പാർട്ടി, അങ്ങനെ രണ്ട് തരത്തിലാണ് UDF-ൽ ഉൾപ്പെടുത്താതെ നിർത്തുന്നത്. അതിൽ ക്ഷണിതാവായി ഏറ്റവും ഒടുവിൽ KP എന്ന പാർട്ടിയാണുള്ളത്. അതേപോലെ അസോസിയേറ്റ് പാർട്ടിയായുള്ളത് RMP ആണ്. അതിനു പുറമെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും UDF-ന്റെ അസോസിയേറ്റ് പാർട്ടിയായി ഉണ്ടാകും. ഏതായാലും അധികം വൈകാതെ തന്നെ UDF-ന്റെ ഘടകകക്ഷിയാക്കി തൃണമൂൽ കോൺഗ്രസിനെ മാറ്റാനുള്ള ആലോചനയാണ്. ഘടകകക്ഷികൾക്കൊക്കെ ഈ കാര്യത്തിൽ എതിർപ്പുകളൊന്നുമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിനും അങ്ങനെ എതിർപ്പില്ല. ചില ആശയക്കുഴപ്പങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടെന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇന്നലെ തിരക്കിട്ട തീരുമാനം എടുക്കാതിരുന്നത്. കാരണം ദേശീയ തലത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാടുകൾ, ആ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി ഹൈക്കമാൻഡിന് അതിൽ എതിർപ്പില്ലെന്ന് ഇന്നലെ KC വേണുഗോപാൽ തന്നെ പറഞ്ഞതാണ്. സംസ്ഥാന UDF നേതൃത്വം ആ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ഒരു വ്യക്തത വരുത്താൻ വേണ്ടി UDF ചെയർമാനായ VD സതീശനെ ഇന്നലെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അരുൺകുമാർ, അതായത് അൻവറിനെ നിലമ്പൂര് മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കാതിരിക്കാനും വയ്യ, എന്നാൽ പാർട്ടിക്കുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ അത് തൃണമൂൽ കോൺഗ്രസ് ഘടകകക്ഷിയാകുന്നതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പാർട്ടിക്ക് ആശങ്കയുണ്ട് താനും. അതുകൊണ്ടൊരു സൊല്യൂഷൻ സഹകക്ഷിയായിട്ട് തുടരട്ടെ എന്നുള്ളതാണ്. ഘടകകക്ഷിക്ക് പകരം സഹകക്ഷി എന്ന പേര്. യഥാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും UDF-ന്റെ ഭാഗമായി PV അൻവർ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? UDF-ന്റെ ഒരു പ്രധാന കക്ഷിയായി തന്നെ തൃണമൂൽ കോൺഗ്രസ്, PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. PV അൻവറിന് യോഗത്തിലും പങ്കെടുക്കാൻ കഴിയും. PV അൻവർ നിശ്ചയിക്കുന്ന, ചുമതലപ്പെടുത്തുന്ന പ്രതിനിധികൾക്കും UDF യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയും. തീരുമാനങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളും പരിഗണിക്കും. മറ്റു ചില കാര്യങ്ങളിൽ അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം സ്വീകരിക്കാം എന്നത് മാത്രം. എല്ലാ UDF പരിപാടികളിലും വേദിയിൽ പ്രധാനപ്പെട്ട ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പങ്കെടുക്കാനുള്ള ക്ഷണവും ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ UDF-ന്റെ ഘടകകക്ഷിക്ക് സമാനമായ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും പരിഗണനയും തൃണമൂൽ കോൺഗ്രസ് ലഭിക്കും. പക്ഷേ ചില സാങ്കേതികത്വം മാത്രം. RMPക്ക് പക്ഷേ സമാനമായ ഒരു സഹകരണം അങ്ങനെ അസോസിയേറ്റ് പാർട്ടി എന്ന രീതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും RMP UDF-ന്റെ യോഗത്തിൽ പങ്കെടുക്കാറില്ല. RMP പ്രതിനിധികൾ പ്രധാന പരിപാടികളിലൊന്നും എത്താറില്ല. സർക്കാരിനെതിരെയുള്ള സമര പരിപാടികൾ ചിലപ്പോഴൊക്കെ പങ്കെടുക്കാറുണ്ടെന്ന് മാത്രം. ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ് ഇതിന് പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. മാത്രവുമല്ല, കോൺഗ്രസിന്റെ ദേശീയ നിലപാട് തന്നെ എല്ലാ കക്ഷികളുമായി സഹകരിച്ചു പോകണമെന്നാണ്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് അടുത്ത പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി കക്ഷികളെ സഹകരിപ്പിക്കണം എന്ന നിലപാട് ഹൈക്കമാൻഡിനുണ്ട്. ഓക്കെ.